സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ഇസ്രായേലിൻ്റെ ഹമാസ് വേട്ട ഇടതടവില്ലാതെ തുടരുകയാണ്. ഗാസയിലെ ഓരോ മാളത്തിലും അവർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ ദിവസം ഒരു ഹോസ്പിറ്റലിൻ്റെ മോർച്ചറിയുടെ കീഴിൽ ബങ്കർ പണിത് ഒളിച്ചിരുന്ന 3 ഹമാസ് തുരപ്പന്മാരെ അവർ ബോംബിട്ട് പിടിക്കുകയുണ്ടായി. അവർ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേൽ രാജ്യത്ത് പ്രവേശിച്ച് ക്രൂരതകൾ പ്രവർത്തിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അതിൽ ഒരാൾ ബോംബ് നിർമ്മാണത്തിൽ വിദഗ്ധനാണ്, കൂടാതെ ആളുകളെ പീഡിപ്പിക്കുന്നതിനും വിദഗ്ധനാണ്. കിട്ടിയ ആളുകളുടെ മേലെ ക്രൂരതയോടെ പെരുമാറുക. അല്ലെങ്കിലും ഹമാസ് ഭീകരന്മാരെല്ലാവരും മനുഷ്യരെ ഉപദ്രവിക്കുന്നവരും മൃഗങ്ങളെപ്പോലെ മനുഷ്യരോട് പെരുമാറുന്നവരുമാണ്. അതിൽ തന്നെ വലിയ കേമത്വമുള്ള ഒരുത്തനാണ് ഈ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടവരിൽ ഒരാൾ. കമാൻഡർമാരെന്നൊക്കെയാണ് അവർ സ്വയം പേരിട്ട് വിളിക്കുന്നത്. സ്കൂളിൻ്റെ പടി പോലും കാണാത്ത ആളുകളാണ്. ആകെയുള്ളത് മനുഷ്യരെ കൊല്ലണമെന്നറിയാം, സ്വർഗത്തിലെ പ്രതിഫലം എങ്ങനെയെങ്കിലും പറ്റിയെടുക്കണമെന്നറിയാം. പേര് കമാൻഡർ എന്നാണ്. കുഞ്ഞുങ്ങളെ കൊല്ലുക, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുക, കൊല്ലുക, ഇതൊക്കെയാണ് തൊഴിലുകൾ. എന്തായാലും ശരി, അവർ വളരെ ഊർജിതമായി ഹമാസുകാരുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിലൂടെ സിറിയയിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന വലിയ ചേഞ്ചുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സിറിയൻ ഭരണകൂടം വീണു, അത് റിബൽസിൻ്റെ കയ്യിലെത്തി. അപ്പം അതിനോടനുബന്ധിച്ച് ഇസ്രായേൽ ഈ സിറിയൻ ഭരണകൂടം വീണു എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചൊരു ശുഭവാർത്തയാണോ അല്ല അത്ര നല്ലതല്ലാത്ത വാർത്തയാണോ എന്ന് നിശ്ചയിക്കാറായിട്ടില്ല. കാരണം ഒരു ഭീകരൻ പോയി വേറൊരു ഭീകരൻ വന്നു എന്നല്ലാതെ ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഒന്ന് ഇറാൻ ബാക്ക്ഡ് ആയിട്ടുള്ള ഷിയകളാണെങ്കിൽ ഇത് ടർക്കി ബാക്ക്ഡ് ആയിട്ടുള്ള സുന്നികളാണ്. ഇതൊക്കെ ഒരേ ഇനമാണ്. ചില പേരിൽ ചില വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഒന്ന് ഇറാൻ എന്ന് പറയുന്ന ഒരു ഭീകര രാജ്യം, ലോകം മുഴുവൻ ഭീകരത വിതച്ച് നടക്കുന്ന ഒരു രാജ്യം. ആ രാജ്യം പോറ്റുന്ന ഹിസ്ബുള്ള എന്ന് പറയുന്ന അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കൈയും പിന്നെ ഹമാസിനെ പോലത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളും, ഇത് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു സാധനമാണ്. അത് ആണിപ്പോൾ ഇവിടെ പരാജയപ്പെട്ടത്. സിറിയയിൽ പരാജയപ്പെട്ടത് ശരിക്കും ഭീകര സംഘടനയാണ്. അവിടുത്തെ സിറിയൻ ഭരണാധികാരി പരാജയപ്പെട്ടു എന്നതിനേക്കാളേറെ ആ ഭീകര സംഘടന പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ആ ഭീകര സംഘടനയെ വേറൊരു ഭീകര സംഘടന, സുന്നികളുടെ ഒരു ഭീകര സംഘടന തോൽപ്പിച്ചു. സുന്നികളുടെ ഭീകര സംഘടന പല അൽ ഖ്വയ്ദയുടെയും ISISൻ്റെയും ഒക്കെ രൂപം മാറി വന്നൊരു സാധനമാണ്. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നുണ്ട് അവർക്ക് ക്രിസ്ത്യാനികളോട് വിരോധമില്ല, ജ്യൂസിനോട് വിരോധമില്ല, ഇസ്രായേലിനെ അംഗീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവരൊക്കെ ഏത് നിമിഷവും വാക്ക് മാറ്റുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ സംബന്ധിച്ച് ഈ കാര്യം ശുഭകരമായ വാർത്തയാണോ അല്ല അടുത്ത ദുരന്തത്തിൻ്റെ തുടക്കമാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ശരി, ഇസ്രായേൽ ടാങ്കുകൾ സിറിയയിൽ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സിറിയയുടെ ഉള്ളിലായിരുന്നു, അപ്പോൾ അവർ സിറിയയുടെ ഉള്ളിലേക്ക് കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അവിടെ കെമിക്കൽ വെപ്പൺസ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറി അവർ തകർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സിറിയയിൽ പ്രവേശിച്ച സമയത്ത് നേരത്തെ 89 തവണ ഇസ്രായേൽ എയർഫോഴ്സ് സിറിയയിൽ റെയ്ഡുകൾ നടത്തിയിരുന്നു. ആ 81 തവണയും അവർ ടാർഗറ്റ് ചെയ്ത് ഹെസ്ബുള്ളയെ മാത്രമാണ്. സിറിയയുടെ ആയുധശാലകളോ അവരുടെ പട്ടാളങ്ങളോ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള യാതൊരു അസറ്റ്സിൻ്റെ മേലെയും ഇസ്രായേൽ സേന ആക്രമിച്ചിരുന്നില്ല. കാരണം സിറിയ എന്ന രാജ്യത്തെ അവർ അപ്സെറ്റാക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല. ഈ ഹെസ്ബുള്ളയുടെ നടുപിടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ്. പക്ഷേ ഇപ്പോൾ ഇവർ ചെയ്തിട്ടുള്ളത് ഈ കെമിക്കൽ വെപ്പൺസിൻ്റെ ഫാക്ടറി സിറിയയുടെ കയ്യിലുള്ളത് തകർത്തിരിക്കുന്നത് സിറിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെതാണ്. അത് ഈ പുതിയ റിബൽ ഫോഴ്സിൻ്റെ കയ്യിൽ വരുമ്പം അവരതിനെ എങ്ങനെ ഉപയോഗിക്കും എന്ന നിശ്ചയമില്ലാത്തത് കൊണ്ടാണ് ആ ഫാക്ടറി നശിപ്പിച്ചിട്ടുള്ളതെന്നാണ് മനസ്സിലാവുന്നത്. അപ്പം IDFന് ഹൈ അലർട്ട് കൊടുത്തിരിക്കുകയാണ്. സിറിയൻ ബോർഡറിലുള്ള IDFന് ഏത് നിമിഷവും മൂവ് ചെയ്യേണ്ടി വരുമെന്നുള്ളൊരു ഹൈ അലർട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഭരണം പിടിച്ചെടുത്ത ഈ ഭീകരന്മാർ അവർ ഒരു ആവേശത്തിൻ്റെ പുറത്ത് പഴയ അവരുടെ ജൂയിഷ് വിരോധം പുറത്തു വരുമോ എന്നുള്ളത് ഇവർക്ക് നല്ല ഭയമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു സംഗതി കൊടുത്തിട്ടുള്ളത്. കുർദിഷ് ഫോഴ്സ് അതിനിടയിലൂടെ ഈ സിറിയയിൽ തന്നെ പല ഫോഴ്സുകൾ അറിയാം. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ ഒരു റിബൽ ഫോഴ്സ് മാത്രമല്ല അവിടെ ഉള്ളത്. അവിടെ കുർദുകൾ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ഈ കുർദ് എന്ന് പറയുന്നത് ഒരു ട്രൈബാണ്. ഈ ട്രൈബ് സിറിയയുടെ മലയോര പ്രദേശങ്ങളിലുണ്ട്, ഇറാൻ്റെ മലയോര പ്രദേശങ്ങളുണ്ട്, ടർക്കിയുടെ മലയോര പ്രദേശങ്ങളിലുണ്ട്, ഇറാഖിൻ്റെ മലയോര പ്രദേശങ്ങളുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. ഈവൻ യമൻ വരെ ഇത് കണക്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങൾ മുഴുവനുള്ള ഒരു വലിയ ട്രൈബാണ് ഈ കുർദുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ ഈ ട്രൈബൽ ഏരിയ മൊത്തം ചേർത്ത് കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം കൊടുക്കാമെന്നുള്ളത് സെക്കൻഡ് വേൾഡ് വാറിലെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ അത് കിട്ടാതെ വന്ന സമയം മുതൽ ഇവർ റിബലിഷായിട്ട് ഈ എല്ലാ രാജ്യങ്ങളും ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് US ബാക്ക്ഡ് ആണ്.
അപ്പോൾ സിറിയയുടെ ഒരു 25% ലാൻഡ് ഈ മലയോര പ്രദേശങ്ങൾ ഇവർ പിടിച്ചു വെച്ചിട്ടുണ്ട്. അത് അവരുടെ ഭരണത്തിന് കീഴിലാണ്. അപ്പോൾ ഈ കുർദിസ് ഫോഴ്സുകൾ കഴിഞ്ഞ ദിവസം കുറച്ചും കൂടി അഡ്വാൻസ് ചെയ്തു. കാരണം ഈ കയറി വന്ന റിബൽ സേന, ഞാൻ പറഞ്ഞു അത് സുന്നികളുടെ റിബൽ സേനയാണ്, HTS എന്നാണ് അതിൻ്റെ പേര്. കൂടാതെ സിറിയൻ നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു സാധനം, അത് ടർക്കിയുടെ സ്പോൺസർഷിപ്പിൽ പ്രവർത്തിക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ സിറിയൻ നാഷണൽ ആർമി എന്ന പേര് വിളിച്ചിട്ടുള്ള ഒരു റിബൽ ഫോഴ്സും, ദാറ്റ് ഇസ് ഓൾസോ സുന്നി റിബൽ ഫോഴ്സ്. അതിൻ്റെ കൂടെ ഈ HTS എന്ന് പറയുന്ന അൽ ഖ്വയ്ദയുടെ പഴയ സാധനം, രൂപമാറ്റം വന്നിട്ടുള്ള സാധനവും ഇതൊന്നിച്ചാണ് കയറി വന്നിട്ടുള്ളത്. അപ്പോൾ ഇവർ 5-8 വാർ ഫ്രണ്ടുകളുണ്ട് ഇവർക്ക്. അപ്പോൾ ഇതിലൊരു വാർ ഫ്രണ്ട് ഈ കുർദിഷ് ഏരിയയുടെ അതിലെ കൂടിയാണ് ഇവർ കയറി വരുന്നത്. കയറി വരുന്ന സമയത്ത് ഇവർ കുർദിഷ് മേഖലയെ ആക്രമിച്ചു. സ്വാഭാവികമായിട്ടും അമേരിക്കൻ ഇൻട്രസ്റ്റിന് കോട്ടം തട്ടിയപ്പോൾ അമേരിക്കൻ ഫോഴ്സ് വന്നിട്ട് ഇവരുടെ തലയ്ക്ക് കുറച്ച് ബോംബ് വരട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അവർ കുറച്ചും കൂടെ അഡ്വാൻസ് ചെയ്തു. സിറിയയിലേക്ക് കുറച്ചും കൂടെ അവർ വെസ്റ്റേൺ സൈഡിലേക്ക് അഡ്വാൻസ് ചെയ്തു. ഇത് സിറിയയുടെ ഈസ്റ്റേൺ കിഴക്ക് ഭാഗത്ത് വടക്ക് കിഴക്കായിട്ടാണ് ഈ 25% ഏരിയ അവിടെ പിടിച്ചു വെച്ചിട്ടുള്ളത്. അവർ കുറച്ചും കൂടി വെസ്റ്റേൺ പാർട്ടിലേക്ക് കയറി അവിടെ ഒരു സിറ്റി, അത് ശരിക്കും സിറിയയുടെ 3rd സിറ്റിയാണ്, ദയർ എസ്-സോർ എന്നാണ് അതിൻ്റെ പേര്, ദയർ എസ്-സോർ എന്നുള്ള സിറ്റി ഈ കുർദിഷ് ഫോഴ്സ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിക്കും ഞാൻ ആദ്യമേ സൂചിപ്പിച്ചു, ഒന്ന് ഇറാൻ ബാക്ക്ഡ് ഷിയ വേഴ്സസ് ടർക്കി ബാക്ക്ഡ് സുന്നിയാണ് ഈ കളി. അതിനകത്ത് ശരിക്കും രാജ്യങ്ങൾ തമ്മിലല്ല, പുറത്തുള്ളവർ തമ്മിലാണ്. വാസ്തവത്തിൽ ഇതൊക്കെ പഴയ ഒക്ടോബർ 7 ആഫ്റ്റർ എഫക്റ്റാണ്. ഒക്ടോബർ 7 ഹമാസ് ഇസ്രായേൽ പ്രവേശിച്ച സമയത്ത് അവർ ശരിക്കും ചെയ്തത് മിഡിൽ ഈസ്റ്റിലെ പവേഴ്സ് ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത്. മിഡിൽ ഈസ്റ്റിൽ ഒരു പവർ ഇക്വേഷൻ ഉണ്ടായിരുന്നു. ആ പവർ ഇക്വേഷൻ മുഴുവൻ ഡിസ്റ്റർബ്ഡ് ആയിപ്പോയത് ഈ ഹമാസിൻ്റെ ഒക്ടോബർ 7 ഇൻവാഷൻ വഴിയാണ്. അപ്പോൾ ഹമാസ് ഒക്ടോബർ 7 ഇൻവൈഡ് ചെയ്യുന്നു, ഇസ്രായേൽ അതിശക്തമായിട്ട് തിരിച്ചടിക്കുന്നു. ഇത് ഇറാൻ്റെ ഒരു കൈയാണ്. അതിശക്തമായിട്ട് തിരിച്ചടിച്ചപ്പോൾ ഹെസ്ബുള്ള നോർത്തിൽ നിന്ന് ഗോലാൻ കുന്നുകളുടെ ഭാഗത്തേക്ക് ആക്രമണം തുടങ്ങുന്നു ഹമാസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ വരുമ്പോൾ ഗോലാൻ കുന്നുകളുടെ പ്രദേശത്ത് താമസിച്ചിരുന്ന 60,000-ഓളം ഇസ്രായേൽക്കാർക്ക് താമസ സ്ഥലങ്ങൾ ഉപേക്ഷിച്ച് ഇസ്രായേലിലേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു, ബാക്കിയുള്ള രാജ്യത്തേക്ക് പ്രവേശിക്കേണ്ടി വരുന്നു. അപ്പം ഈ ഇസ്രായേൽ അവിടെ ക്ഷമിച്ചു നിന്നു, കാരണം ഹമാസിനെ ഒതുക്കേണ്ടതൊരാവശ്യമായിരുന്നു. ഏകദേശം 1 വർഷം കൊണ്ട് ഹമാസിൻ്റെ നടുപൊടിച്ച് അവൻ്റെ പത്തി തല്ലി തകർത്തി കഴിഞ്ഞ് പിന്നെ ഈ മാളത്ത് പൊളിക്കുന്ന സാധനങ്ങൾ മാത്രം ബാക്കിയാവുന്ന ഒരു സിറ്റുവേഷനിൽ അവർക്ക് ഇങ്ങോട്ട് ആക്രമിക്കാനുള്ള ശേഷി നഷ്ടപ്പെടുത്തിയിട്ട് ഇസ്രായേൽ ഹെസ്ബുള്ളയുടെ നേരെ തിരിയാണ് ചെയ്തത്. ഹിസ്ബുള്ളയുടെ നേരെ തിരിഞ്ഞ് അതിശക്തമായ ആക്രമണമാണ്. അവരുടെ നേതൃനിരയുള്ള ഓരോന്നിനായിട്ട് ഓരോ ദിവസവും വെട്ടി സ്കോർ ചെയ്ത് അവരുടെ ആയുധ ഫാക്ടറികൾ ലെബനോണിൽ മാത്രമല്ല അങ്ങ് സിറിയയിലും കിടക്കുന്ന സിറിയയുടെ അങ്ങ് എക്സ്ട്രീം എൻഡിൽ കിടക്കുന്ന ആലപ്പോയിൽ കിടക്കുന്ന ഫാക്ടറികളടക്കം എയർ അറ്റാക്ക് വഴി തകർത്ത് അവരുടെ ഫോഴ്സിനെ തകർത്ത് അവരെ ഇല്ലാതാക്കി. അപ്പോൾ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് അവിടുത്തെ വലിയൊരു പവർ കൺട്രോളിങ് സാധനമായിരുന്നു. പിന്നെ ഇറാൻ്റെ പ്രധാനപ്പെട്ട കൈയായിരുന്നു. ആ കൈ ഉപയോഗിച്ചാണ്, ആ കൈ ഇവർ കൾട്ടിവേറ്റ് ചെയ്യുന്നത്, ഇവർ വളർത്തിയെടുക്കുന്നത്. ഇറാൻ ഇതിനെ നർച്ചർ ചെയ്യുന്ന നഴ്സറി എന്ന് പറയുന്നത് സിറിയയാണ്. സിറിയ എന്ന് പറയുന്ന നഴ്സറിലാണ് ഈ സാധനത്തിനെ വളർത്തുന്നത്. എന്നിട്ട് വളർത്തിക്കഴിഞ്ഞത് പിന്നെ മുഴുവൻ അറബ് രാജ്യങ്ങളിലും ഇവരുടെ പ്രസൻസ് ഉണ്ട്. അത് കൂടാതെ ലെബനോണിലെ പവർ പ്രധാനമായിട്ടും കൺട്രോൾ ചെയ്യുന്ന ഇവരായിരുന്നു. അപ്പോൾ ലെബനോണിൽ ഇവരുടെ നടുവൊടിച്ചത് മാത്രമല്ല സിറിയയിലും ഇവരെ പരിപൂർണ്ണമായിട്ട് തകർത്തത്. അപ്പോൾ ഹെസ്ബുള്ള എന്ന് പറയുന്ന സാധനം ആ റീജിയനിലെ പവർ മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഈ സാധനം ഇതിനെ തകർത്ത് കളഞ്ഞു. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ അറബ് രാജ്യങ്ങൾക്ക് ഒന്നിനും തന്നെ കൊള്ളാവുന്നൊരു പട്ടാളമില്ല. പിന്നെ ഇവർക്കാകെയുള്ളത് ഈ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യാൻ നടക്കുന്ന, മരിക്കാൻ തയ്യാറായിട്ട് കുറേ മനുഷ്യരാണ്. അത് ബുദ്ധിയുള്ള മനുഷ്യരെ കിട്ടത്തില്ല. അറബ് രാജ്യത്തുള്ള മുഴുവൻ മനുഷ്യന്മാരും ബുദ്ധിയില്ലാത്ത ആളുകളല്ല. ഇതിലൊരു ചെറിയ പെർസെൻ്റാണ്. ഈ ചെറിയ പെർസെൻറ്റ് പ്രാന്തന്മാർ മുഴുവൻ ഈ ഇതിനകത്തുണ്ട്, ഈ ഹിസ്ബുള്ള എന്ന് പറയുന്ന സാധനത്തിനകത്തുണ്ട്, ഇല്ലെങ്കിൽ ഹമാസിനകത്തുണ്ട്. ഒരു 100,000 ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ അതൊന്നും അത്ര പവർഫുൾ ഗ്രൂപ്പല്ല. ഹിസ്ബുള്ള എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ട് ഗ്രൂപ്പാണ്. ഇത് മുഴുവൻ മരിക്കാൻ നടക്കുന്നതാണ്. ഒന്ന് മരിച്ച് കിട്ടിയാൽ മതി, സ്വർഗ്ഗത്തിൽ അവരെ കാത്തിരിക്കുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അതിനുവേണ്ടി അങ്ങോട്ട് ആവേശം കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ ബൂട്ട്സ് എന്ന് വിളിക്കാം. ഭൂമിയിലൂടെ മൂവ് ചെയ്യാൻ ബൂട്ട്സ് വേണം. ഒരു രാജ്യവും പട്ടാളക്കാരെ എങ്ങനെ സ്പെയർ ചെയ്യില്ല. വല്ല രാജ്യങ്ങളും പോയിട്ട് യുദ്ധം ചെയ്യാൻ ഒരു രാജ്യവും പട്ടാളക്കാരെ സ്പെയർ ചെയ്യില്ല. ഇവൻ റഷ്യ പോലും സിറിയയിലേക്ക് അവർ പട്ടാളക്കാരെ അയക്കില്ല. കാരണം മറ്റേ മറുഭാഗത്ത് കയറി വരുന്ന ഫോഴ്സ് ഇവരെ കൊന്നുകളയും. ഈ മനുഷ്യരുടെ ജീവന് അവർ സ്വന്തം രാജ്യത്ത് ഉത്തരം പറയണം. ഈവൻ അവനവൻ്റെ രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് മരിക്കുന്ന പട്ടാളക്കാരെ പ്രതി രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ കാർഗിൽ വാറിൽ നമ്മളുടെ ചെറുപ്പക്കാർ നിരന്തരമായി മരിച്ചുകൊണ്ടിരുന്നു. കാരണം പാകിസ്ഥാനായിരുന്നു മേലെ, അവർക്ക് ഹൈറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അപ്പം വാജ്പേയി ആ യുദ്ധം എസ്കലേറ്റ് ചെയ്യരുത് എന്ന് വിചാരിച്ച് ആ ഒരു ചെറിയ റീജിയനിൽ അത് ഒതുക്കി നിർത്താൻ വേണ്ടി വളരെ കൺട്രോൾഡ് ആയിട്ടൊരു വാറാണ് നയിച്ചത്. അപ്പോൾ എയർഫോഴ്സിനെയൊക്കെ വളരെ മിനിമം ഉപയോഗിച്ചുകൊണ്ട് അവർ മേലേന്ന് വെടിക്കും, നമ്മൾ താഴേന്ന് വെടിക്കും. സ്വാഭാവികമായിട്ട് നമുക്ക് വലിയ കാഷ്വാലിറ്റി ഉണ്ടായി. 100-400 പട്ടാളക്കാരാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ ഈ പട്ടാളക്കാർ മുഴുവൻ പെട്ടികളിൽ അവനവൻ്റെ വീടുകളിലേക്ക് എത്തുന്ന സമയത്ത് ആ പ്രദേശം മുഴുവൻ അപ്സെറ്റ് ആവും.
വാജ്പേയിനെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ച ഒരു സംഗതിയാണ്. അങ്ങനെയാണ് ഇസ്രായേലിൻ്റെ സഹായം തേടുന്നതും ഇസ്രായേൽ മോഡേൺ വാർഫെയർ ടെക്നിക്കുകൾ കൊണ്ടുവന്ന് ഇസ്രായേലാണ് ശരിക്കും അവരുടെ വെപ്പൺസും അവരുടെ ഫോഴ്സും വന്ന് അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. അവരുടെ അഡ്വൈസേഴ്സ് വന്നിട്ടാണ് ഇന്ത്യൻ മിലിറ്ററി കാർഗിൽ വാർ ജയിക്കുന്നത്. അപ്പോൾ കാർഗിൽ വാറിൽ കൃത്യമായിട്ടുള്ള എനിമി പൊസിഷൻസ് ലൊക്കേറ്റ് ചെയ്ത് ആ ലൊക്കേറ്റിലേക്ക് ബാഫോസ് ഗൺ ഉപയോഗിച്ച് ഷെല്ലുകൾ വീഴിച്ചിട്ടാണ് പാകിസ്ഥാൻ അവിടെ നിന്ന് തുരത്തിയത്. ഞാൻ പറയാൻ ഉദ്ദേശിച്ച യുദ്ധത്തെക്കുറിച്ചല്ല, സ്വന്തം രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്ത് പട്ടാളക്കാർ മരിക്കുമ്പോൾ പോലും രാജ്യത്ത് പ്രശ്നമുണ്ടാവും. പിന്നെയാണ് ആരാൻ്റെ രാജ്യത്ത് പോയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ മരിച്ചത്. ഒരു രാജ്യവും അത് സമ്മതിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈ വാർഫെയറിൽ പങ്കെടുക്കാൻ വേണ്ടി ഇമാതിരിയുള്ള ഈ റിലീജിയസ് പ്രാന്തന്മാരല്ലാതെ വേറെ ഒരാളെയും കിട്ടില്ല. സിറിയക്ക് സ്വന്തമായിട്ടുള്ള ഫോഴ്സ് എന്ന് പറയുന്ന കുറേ കുഞ്ഞു പിള്ളേരാണ്. ഇപ്പോൾ റിക്രൂട്ട് ചെയ്തിട്ടുള്ള ഇപ്പോൾ എൻറോൾ ചെയ്തിട്ടുള്ള ആളുകളാണ്. ഇവന്മാരെല്ലാം പിള്ളേരാണ്. ഇവരുടെ നേരെ യുദ്ധം വരും, ഇവന്മാർ വാലും പൊക്കി ഓടും. പിന്നെ ഈ ചാവാൻ റെഡിയായിട്ട് വരുന്ന ഹെസ്ബുള്ളകൾ വേണം. ഈ ഹെസ്ബുള്ളകളുടെ നടുവ് ഇസ്രായേൽ ഒടിച്ചു കളഞ്ഞു. പിന്നെ ഇറാഖിൽ നിന്ന് ഏതാണ്ട് 30,000 പേരും കൊണ്ട് കയറി എന്നൊക്കെ പറയുന്നുണ്ട്. അവരുടെ യാതൊരു അഡ്രസ്സും ഇല്ല. എന്തായാലും എല്ലാവരെയും പായിച്ച് ഈ മെറ്റഫോഴ്സ് ഇതുപോലെ തന്നെ ചാവാൻ റെഡിയായിട്ട് വരുന്നവരാണ് ഇവരും. പക്ഷെ ഒത്തിരി നമ്പറുണ്ട്. ഇപ്പം ഓർക്കേണ്ടത് 70% സുന്നികളുള്ള രാജ്യമാണിത്. അപ്പോൾ ഈ പ്രസിഡന്റിന് പബ്ലിക് സപ്പോർട്ടില്ല. ഇദ്ദേഹം ഷിയാക്കാരനാണ്. മാത്രമല്ല 1970 മുതൽ ഇദ്ദേഹത്തിൻ്റെ അച്ഛനും മകനുമായിട്ട് ഈ കാലം വരെയും എക്സ്ട്രീമായിട്ടുള്ള ഏകാധിപതികളായിട്ട് ജനങ്ങളെ ചവിട്ടി ഒതുക്കി ഭരിച്ചുകൊണ്ടിരുന്നതാണ്. ജനത്തിന് ഇവരോട് യാതൊരു താല്പര്യമില്ല. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും പട്ടാളത്തിനും അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചോളൂ. അവർ ആത്മാർത്ഥമായിട്ട് ഫൈറ്റ് ചെയ്തിട്ടില്ല. റഷ്യയെ സംബന്ധിച്ച് ഗ്രൗണ്ടിൽ ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫോഴ്സ് വേണം. ഈവൻ ഇറാൻ പോലും അവരുടെ പൗരന്മാരെ വിട്ടുകൊടുക്കില്ല. ഈ ഇറാനിനകത്തുള്ള ഈ പ്രാന്തന്മാർ മാത്രമാണ് ഈ മരിക്കാൻ വേണ്ടി നടക്കുന്ന, മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ ലോട്ടറി കിട്ടുമെന്ന് വിചാരിക്കുന്ന ഭ്രാന്തനാശയമുള്ളവരാണ്. യാതൊരു അടിസ്ഥാനമില്ലാത്ത ആശയമുള്ളവരാണ്. ഇത് അഫ്ഗാനിൽ നിന്നുള്ളവരുണ്ട്, പാകിസ്ഥാനിൽ നിന്നുള്ളവരുണ്ട്. അഫ്ഗാൻ, പാകിസ്ഥാൻ നല്ലൊരു നമ്പർ ഹെസ്ബുള്ളയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇവരും എല്ലാം കൂടെ ചേർന്നിട്ടാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. ഇവരുടെ നടുവ് ഇസ്രായേൽ ഒടിച്ചു കഴിഞ്ഞോട് ആ റീജിയണൽ ബാലൻസ് പോയി. അപ്പം അവിടെ അസാദിനെ സംരക്ഷിച്ചുകൊണ്ടിരുന്നത് 3 അലൈസാണ്: ഇറാൻ, റഷ്യ ആൻഡ് ഹെസ്ബുള്ള. അപ്പം ഇറാൻ ഈ ഫ്ലൈറ്റ് അങ്ങനത്തെ സാധനങ്ങൾ, ആയുധങ്ങളൊക്കെ കൊടുക്കും. ഹെസ്ബുള്ള മനുഷ്യരെ കൊടുക്കും. റഷ്യ ആകാശത്ത് നിന്ന് ബോംബ് ചെയ്യും. അപ്പോൾ റഷ്യക്ക് ഇപ്പം യുക്രൈനിൽ വന്നു, റഷ്യയെ കൊണ്ട് സാധിച്ചില്ല. ആയുധങ്ങൾ ഈ ഭാഗത്തേക്ക് കടത്താൻ ഇസ്രായേൽ സമ്മതിക്കില്ല. ഒരൊറ്റ വിമാനം വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ വെടിയിടും. പല വിമാനങ്ങളെയും അവർ തിരിച്ചയച്ചു. ഹെസ്ബുള്ളയ്ക്ക് യാതൊരു ശേഷിയുമില്ലാതായിപ്പോയി. അങ്ങനെയാണ് ഈ സിറിയ നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇവർ പോറ്റിക്കൊണ്ടിരുന്ന ഈ സിറിയ എന്ന് പറയുന്ന സ്ഥലം വീണു. ആസാദാണ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ആസാദിന് പവർ നഷ്ടപ്പെട്ടു. അദ്ദേഹം അവിടെ നിന്ന് ഓടി. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഏതാനും ദിവസം മുമ്പ് തന്നെ റഷ്യയിലേക്ക് അയച്ചിരുന്നു. ആസാദ് പോയ ഫ്ലൈറ്റ് വെടിവെച്ചിട്ടതായി വാർത്തകൾ വരുന്നുണ്ട്. കൺഫർമേഷനില്ല. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇതിപ്പം സൺഡേ നൈറ്റിലാണ് വീഡിയോ ചെയ്യുന്നത്. ഈ സമയത്ത് പോലും ഈ ന്യൂസിന് കൺഫർമേഷൻ വന്നിട്ടില്ല. പക്ഷേ വെടിവെച്ചിട്ടതായി ചില ന്യൂസുകൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അസാദ് മരിച്ചു പോയോ ഇല്ലയോ എന്നുള്ളത് അറിയത്തില്ല. അപ്പോൾ അവിടെ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് ഗാലി അൽ ജാലി എന്ന് പറയുന്നതാണ്. അവിടെ ടർക്കിയിലെ എക്സിസ്റ്റിംഗ് പ്രൈം മിനിസ്റ്റർ മുഹമ്മദ് ഗാലി അൽ ജാലിയാണ്. അദ്ദേഹം തന്നെ ഈ റിബൽ ഫോഴ്സുകൾ അദ്ദേഹം വെൽക്കം ചെയ്തു. അദ്ദേഹം പറഞ്ഞു ഈ പവർ റിബൽ ഫോഴ്സുകൾക്ക് കൈമാറാൻ തയ്യാറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ബ്ലഡ് ഷെഡ് ഒഴിവായിട്ടുണ്ട്. കാരണം പട്ടാളം കീഴടങ്ങുകയോ അല്ലെങ്കിൽ റിബൽ ഫോഴ്സുകളുടെ കൂടെ ചേരുകയോ, കുറച്ച് പേര് ഇറാഖിലേക്ക് രക്ഷപ്പെട്ടു കഴിഞ്ഞു. പട്ടാളം കുറേ പേര് ഇറാഖിലേക്ക് രക്ഷപ്പെട്ടു. ഒരുപാട് പേര് ഇവരുടെ കൂടെ കൂടി, ബാക്കിയുള്ളവർ കീഴടങ്ങി. അപ്പോൾ അതുകൊണ്ട് കാര്യമായ ബ്ലഡ് ഷെഡ് ഇല്ലാതെയാണ് ഈ കാര്യം നടക്കുന്നത്. മരണങ്ങളില്ല. അത് വളരെ സന്തോഷകരമായ കാര്യമാണ്. സോ എക്സിസ്റ്റിംഗ് ഭരണകൂടം മുഹമ്മദ് ഗാലി അൽ ജിലാനി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ അവരെ വെൽക്കം ചെയ്തതോടുകൂടി അദ്ദേഹത്തെ കെയർ ടേക്കർ പ്രൈം മിനിസ്റ്ററായിട്ട് തുടരാൻ വേണ്ടി ഈ HTS എന്ന് പറയുന്ന ഈ കയറി വന്ന റിബൽ ഫോഴ്സുകൾ സമ്മതിച്ചതായിട്ടാണ് മനസ്സിലാവുന്നത്. ഈ HTSൻ്റെ നേതാവ് എന്ന് പറയുന്നത് അബു മുഹമ്മദ് അൽ ജുലാനിയാണ്. അബു മുഹമ്മദ് അൽ ജുലാനി എന്നുള്ളത് ഷോർട്ട് നെയിം. അപ്പോൾ ഇദ്ദേഹം ഒരു ഭയങ്കര ട്രെയിൻഡ് ടെററിസ്റ്റാണ്. ഈ കൊച്ചു പ്രായം മുതൽ ഗാസയിലും ഇറാഖിലും ഒക്കെ വന്ന് യുദ്ധം ചെയ്തിട്ടുള്ള ഒരു സൗദി അറേബ്യക്കാരനാണ്. അപ്പോൾ മനസ്സിലാക്കുക, സ്വന്തം രാജ്യത്തല്ല, സൗദി അറേബ്യയിലാണ്. അപ്പോൾ സൗദി അറേബ്യക്കാരനായിട്ടുള്ള ഒരാളാണ് ഈ റിബൽ ഫോഴ്സുകളെ ലീഡ് ചെയ്ത് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇയാൾ ഒന്നാന്തരം ഒരു ജിഹാദിയാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഇപ്പോൾ പറയുന്നത് ഈ അടുത്ത ഇപ്പോൾ ഈ അഡ്വാൻസ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറയുന്നത് ക്രിസ്ത്യാനികളെ വിരോധമില്ല, ജ്യൂസിനെ വിരോധമില്ല. ഇദ്ദേഹം അമേരിക്കയും ഇസ്രായേലും തകർക്കുമെന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് ഭീകരപ്രസ്ഥാനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ്. ഗാസയിലുണ്ടായിരുന്നു, ഇദ്ദേഹം ഇറാഖിലുണ്ടായിരുന്നു. 2006 ഇറാഖിൽ അമേരിക്കൻ പട്ടാളം ഇയാളെ പിടികൂടിയതാണ്. അദ്ദേഹത്തെ പിടികൂടി പിന്നെ കുറച്ച് കഴിഞ്ഞ് വിട്ടതാണ്. അന്നൊക്കെ അമേരിക്കയും ഇസ്രായേലിനും തകർക്കും എന്ന് പറഞ്ഞ് അത് എൻ്റെ ജന്മ ഉദ്ദേശം
എൻ്റെ ജന്മലക്ഷ്യം ഇല്ലെങ്കിൽ സ്വർഗത്തിൽ പോകണം, ഒന്നെങ്കിൽ സ്വർഗത്തിൽ പോകണം, ഇല്ലെങ്കിൽ അമേരിക്കയും റഷ്യയും തകർക്കണമെന്ന് പറയായിട്ടുള്ള ഇയാളൊരു അമീറാണ്. ഈ സ്കൂളിൽ പോയിട്ടില്ലാത്ത ആളാണ്. അമീർ, ചീഫ് അമീർ എന്നാണ് അദ്ദേഹത്തെ പറയുന്നത്. ഈ സംഘടനയുടെ ചീഫ് അമീറാണ്. ഇഡ്ലിബ് എന്ന് പറയുന്ന ഒരു ഏരിയ, ഇവർ 2014 സിറിയൻ സിവിൽ വാറിൽ അതിൻ്റെ ടർക്കിയോട് ചേർന്നുള്ള ഇഡ്ലിബ് എന്ന് പറയുന്ന ഒരു ഏരിയ, ആ ഏരിയ അവർ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ HTS പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇവർ ഭരിച്ചുകൊണ്ട് 2014 വരെ ഭരിച്ചിരുന്നു. അതിൻ്റെ ഗവർണറാണ് ഇയാൾ. അപ്പോൾ ഇയാൾക്ക് ഭരിച്ച ശീലമുണ്ട്. മാത്രമല്ല ആ ഇഡ്ലിബിൽ ഇയാൾ വന്ന ശേഷം വലിയ ഇമ്പ്രൂവ്മെൻറ്റ് ഇയാൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. അത് ശരിക്കും സിറിയയിലെ ഏറ്റവും വലിയ പിന്നോക്ക പ്രദേശമായിരുന്നു. ആ പിന്നോക്ക പ്രദേശത്തെ വിദ്യാഭ്യാസം കൊണ്ടുവരാനും നല്ല നിലയിലുള്ള ഭരണം കാഴ്ചവെക്കാനും ഈ മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇയാൾ സിറിയനെ ഉയർത്തിക്കൊണ്ട് വന്നേക്കാം. ഇയാൾക്ക് ബോധം ഉദിച്ചിട്ടുണ്ടെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് നല്ലതാണോ ചീത്തയാണോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഈ ജുലാനിയാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഉടനെ തന്നെ ജനറൽ ഇലക്ഷൻസ് ഹെൽഡ് ചെയ്യും, അങ്ങനെ ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് ഈ രാജ്യത്ത് വരുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ വളരെ നല്ലതാണ്, ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഒരു ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ഗവൺമെൻറ് സിറിയയിൽ വരികയാണെങ്കിൽ അത് ഏറ്റവും നല്ലത്. മാത്രമല്ല ഇപ്പോൾ സിറിയയുടെ കവർട്ടേക്ക് പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മുഹമ്മദ് ജാലി എന്ന് പറയുന്ന ആൾ, അദ്ദേഹം ഹീ ഈസ് എ PhD ഇൻ എഞ്ചിനീയറിംഗ്, നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. ഈ ജുലാനിക്ക് സ്കൂളിൽ പോകാത്ത പ്രശ്നമുള്ളൂ. മറ്റേ പുള്ളി ഇപ്പോൾ കെയർടേക്കർ പ്രൈം മിനിസ്റ്റർ നല്ല വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ്. അപ്പോൾ അവിടെ ഒരു ചേഞ്ചിനുള്ള സാധ്യത നിശ്ചയമായും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല ജനം വളരെ സന്തോഷത്തിലാണ്. ഈ ഏകാധിപതിയായിട്ടുള്ള മനുഷ്യൻ ഇവിടുന്ന് പോയി. മാത്രമല്ല അയാൾ ഷിയാക്കാരനാണ്, സുന്നികളാണ് ബഹുഭൂരിഭാഗം ജനവും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ പിന്നെ ആഹ്ലാദത്തിലാണ്. രാജ്യം മുഴുവൻ മനുഷ്യർ നൃത്തം ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഇസ്രായേലിനെ സംബന്ധിച്ചുള്ള സംഗതി, അവർക്ക് ശരിക്കും ഇഷ്ടം ഒരു വീക്ക് ആസാദ് ഗവൺമെൻറ് ആയിരുന്നു. ആസാദ് അവിടെ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന ഈ ഫോഴ്സുകൾക്കെതിരെ നിരന്തരമായി യുദ്ധം ചെയ്ത് പല്ല് കൊഴിഞ്ഞൊരു സിംഹമായിട്ട് അയാൾ അവിടെ ഇരുന്നുകൊണ്ടേനെ. ഇസ്രായേലിന് ആസാദിനെ കൊണ്ട് യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ വന്ന ഫോഴ്സ് ഇവരെ ഏത് തരത്തിലാവും. ഇപ്പോൾ സിറിയ ഒരു സ്ട്രോങ് രാജ്യമായി കഴിഞ്ഞാൽ ഇവരുടെ ഹിസ്റ്ററി നല്ലതല്ല. അപ്പം എക്സ്ട്രീമിസ്റ്റുകളുടെ ഹിസ്റ്ററിയാണ്. ഈ ഹിസ്റ്ററിയുള്ള ഒരു ഭരണകൂടം ഇസ്രായേൽ ഏത് തരത്തിൽ ഉപകാരപ്പെടും എന്നുള്ളതിനെ സംബന്ധിച്ച് ഇസ്രായേലിന് നല്ല സംശയമുണ്ട്. അതുകൊണ്ടാണ് ഈ പട്ടാളത്തെ ഹൈ അലർട്ട് നിർത്തിയിരിക്കുന്നത്. ടർക്കിയെ സംബന്ധിച്ചാണെങ്കിൽ ടർക്കിക്ക് വലിയ നേട്ടം എന്ന് വേണേൽ പറയാം. കാരണം ടർക്കി വിചാരിച്ചിട്ടാണ് ഈ ഫോഴ്സിനെ ഇവിടെ എത്തിക്കാനും ഈ ഭരണം പിടിച്ചെടുക്കാനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ 2014 സിവിൽ വാറിൽ ഏകദേശം 3.5 മില്യൺ വിച്ച് മീൻസ് 35 ലക്ഷം റെഫ്യൂജീസ് സിറിയയിലുണ്ട്, ടർക്കിയിലുണ്ട്. ഈ റെഫ്യൂജീസിനെ തീറ്റിപ്പോരുന്ന പണി എർദോഗനാണ്. അപ്പോൾ ഈ റെഫ്യൂജീസ് എങ്ങനെയെങ്കിലും ഒന്ന് പോയിരിക്കും. അയാളുടെ രാജ്യം അനുഭവിക്കുന്ന പ്രഷർ അതിഭയങ്കരമാണ്. യുവമാർക്ക് ഭക്ഷണം കൊടുത്താൽ മാത്രം പോരാ, യുവമാർ അവിടെ ഉണ്ടാക്കുന്ന സർവ്വ സിവിൽ പ്രോബ്ലംസും ഉണ്ട്. ഇവരാണ് പിന്നീട് യൂറോപ്പിലേക്ക് കടന്നു പോയിട്ട് യൂറോപ്യൻ രാജ്യങ്ങൾ, നമ്മൾ ജർമ്മനിലൊക്കെ കച്ചറുണ്ടാക്കുന്ന ടീമുകളിലും ബഹുഭൂരിഭാഗവും ഈ സിറിയയിൽ നിന്ന് കടന്നു പോയിട്ടുള്ള റെഫ്യൂജികളാണ്. അപ്പം ഈ റെഫ്യൂജികളിൽ അവിടെ യൂറോപ്പിൽ പ്രശ്നം ഉണ്ടാക്കുന്നവൻ ടർക്കിയിലാവും പ്രശ്നം ഉണ്ടാക്കാതിരിക്കത്തില്ല, അവൻ എവിടെ പോയാലും പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ അവനെ എങ്ങനെയെങ്കിലും തിരിച്ചയക്കണം. അതാണ് എർദോഗൻ്റെ ഒന്നാമത്തെ ആവശ്യം. എർദോഗൻ ആസാദ് തമ്മിൽ ഇതിനെ സംബന്ധിച്ച് പലതവണ ടോക്സ് നടന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ ടർക്കി ഏകദേശം ഒരു 9,000 സ്ക്വയർ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഈ വടക്കത്തെ ഒരു 4 ജില്ലയുടെ ഏരിയ വരുന്നതാണ്. നമ്മുടെ കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും ചേരുന്ന അത്രയും വരുന്നൊരു ഏരിയ ടർക്കിയുടെ ഭാഗം ഇയാൾ പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം എന്ന് അസാദ് ആവശ്യപ്പെട്ടപ്പോൾ എർദോഗനെ സമ്മതിച്ചില്ല. അവിടെയാണ് ആ ടോക്ക് പൊളിഞ്ഞത്. അപ്പം അസാദും എർദോഗനും തമ്മിൽ പലതവണ ടോക്കുകൾ നടന്നെങ്കിലും ഈ പിടിച്ചു വെച്ച സ്ഥലം എർദോഗൻ കൊടുക്കാൻ തയ്യാറാവാത്തത് കൊണ്ട് ഈ ടോക്കുകളൊക്കെ പൊളിയായത്. അപ്പോൾ ഈ 3.5 ലക്ഷം റെഫ്യൂജീസ് എർദോഗൻ്റെ കസ്റ്റഡിയിലുണ്ട്. അയാളെ തിരിച്ചയക്കണം എന്നുള്ളതാണ് ഇയാളുടെ ഒന്നാമത്തെ താല്പര്യം. പക്ഷേ ഇയാൾക്ക് സംശയമുണ്ട്, ഇവിടെ ഒരു അൽഖ്വയ്ദ പോലത്തെ ഒരു ഫോഴ്സ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത മൂവ് എന്തായിരിക്കും എന്നതിനെ സംബന്ധിച്ച് മൂപ്പർക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ടർക്കിയും ഇറാനും റഷ്യയും തമ്മിൽ ഇതിനെ സംബന്ധിച്ച് ടോക്ക് നടക്കുന്നുണ്ട്. ഇനി ഇറാനെ സംബന്ധിച്ച് ഹിസ്ബുള്ളനെ വളർത്തിയെടുക്കാനുള്ള ഒരു നേഴ്സറിയാണ് നഷ്ടപ്പെട്ടു പോയത്. അപ്പോൾ ഇറാൻ്റെ ഭീകരപ്രവർത്തനത്തിനും വലിയ തിരിച്ചടിയാണ് ഈ വീഴ്ച ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല ഇവരുടെ ഷിയ ഫോഴ്സുകൾ സുന്നികളുടെ മുമ്പിൽ ഏകദേശം സൂല്ലിട്ടതുപോലെയാണ്. അവരുടെ കാര്യം തീർന്നുപോയി. കാരണം ഇനി സുന്നികളുടെ കാലമാണ്, ഷിയയ്ക്ക് അനങ്ങാൻ പറ്റില്ല. റഷ്യയെ സംബന്ധിച്ച് റഷ്യയുടെ വലിയൊരു മൂടുപടം ഒടിഞ്ഞു വീണത്. കാരണം റഷ്യ ഒരു സൂപ്പർ പവർ ആണെന്നും റഷ്യയുടെ അലൈസിനെ റഷ്യ സംരക്ഷിക്കുമെന്നുമുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. റഷ്യയുടെ അലൈ ആയിട്ടുള്ള ഏറ്റവും സ്ട്രോങ് അലൈ ആയിട്ടുള്ള സിറിയയെ സംരക്ഷിക്കുന്നതിൽ റഷ്യ പരിപൂർണമായി പരാജയപ്പെട്ടു. അപ്പോൾ റഷ്യയെ സംബന്ധിച്ച് റഷ്യക്ക് ഭയങ്കര ഇമേജ് ലോസാണ് ഉണ്ടായത്. റഷ്യയെ സംബന്ധിച്ച് വേറെയും താല്പര്യങ്ങളവിടെ ഉണ്ട്. നമുക്കറിയാവുന്ന റഷ്യയുടെ ചുറ്റും ഇഷ്ടംപോലെ കടലുണ്ട്. പക്ഷേ ആ പോർട്ടുകളൊന്നും മിനറൽ സിസ്റ്റങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. അതെല്ലാം ഐസ് മൂടി കിടക്കും, കപ്പലെടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐസ് ബർഗ്സ് ഉണ്ടാവും.
അപ്പം ഹോട്ട് വാട്ടറിൽ പോർട്ടുകൾ റഷ്യക്ക് വളരെ മിനിമേ ഉള്ളൂ. യുക്രൈൻ ആക്രമിക്കുന്നതിലും റഷ്യക്ക് അങ്ങനത്തെ ഒരു താല്പര്യമുണ്ട്. ഈ ബ്ലാക്ക് സീയിൽ ഐസ് വരാത്തൊരു റീജിയൻ അത് ക്രീമിയയുടെ റീജിയനാണ്. അപ്പോൾ ആ ക്രീമിയയുടെ റീജിയൻ പിടിച്ചു വെച്ചാൽ അവിടുത്തെ ഒരു പോർട്ട് കാര്യമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ളത് റഷ്യയെ സംബന്ധിച്ചൊരു ഇൻട്രസ്റ്റാണ്. അപ്പം ഈ യുക്രൈൻ യുദ്ധത്തിലെ വെറും യുദ്ധം മാത്രമല്ല, ഇങ്ങനത്തെ ഒരുപാട് ബിസിനസ് ഇൻട്രസ്റ്റുകളുണ്ട്. ഇപ്പോൾ സിറിയയിൽ നിന്ന് ഒരു പോർട്ട് റഷ്യ വാങ്ങിയ താർത്തൂസ് എന്ന് പറയുന്ന സ്ഥലത്ത്, ഇതൊക്കെ മെഡിറ്ററേനിയൻ്റെ വക്കിലുള്ളതാണ്. സിറിയയ്ക്ക് മെഡിറ്ററേനിയൻ സീയുമായിട്ട് അതിർത്തിയുണ്ട്. ആ മെഡിറ്ററേനിയൻ സീ അതിർത്തിയിലുള്ള ടാർട്ടൂസ് എന്ന് പറയുന്ന ഒരു പോർട്ട് അത് റഷ്യ വാങ്ങി വെച്ചിട്ടുണ്ട്. അടുത്ത 50 വർഷത്തേക്കെങ്കിലും അത് കരാറാക്കി അവരത് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് വലിയൊരു ബിസിനസ് ഇൻട്രസ്റ്റാണ്. രണ്ട്, ലതാക്കിയ എന്ന് പറയുന്ന ഒരു ഏരിയ ഈ മെഡിറ്ററേനിയൻ സീയുടെ വക്കിൽ തന്നെയാണ്. ഇതും ഈ ലതാക്കിയ താർത്തൂസിനേക്കാൾ കുറച്ചും കൂടി വടക്കോട്ടാണ്. ആ രീതിയിൽ ഒരു മിലിറ്ററി ബേസ് ഉണ്ട്. ആ മിലിറ്ററി ബേസിൻ്റെ ഗുണം അതും മെഡിറ്ററേനിയൻ്റെ സൈഡിലാണ്. അതുകൊണ്ട് അത് എയർ ബേസ് ആയിട്ട് ഉപയോഗിക്കാം, നേവൽ ബേസുമായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ അത് വളരെ വലിയൊരു മിലിറ്ററി അഡ്വാൻറ്റേജ് ആണ്. ഈ മെഡിറ്ററേനിയൻ സീയിലൂടെ വളരെ വേഗം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് മിലിറ്ററി ഓപ്പറേഷൻസ് നടത്തുവാൻ റഷ്യക്ക് സാധിക്കും. അപ്പോൾ ആ രണ്ട് സംഗതികൾ. അപ്പോൾ ഇനി ഇവർ പവറിൽ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അവസ്ഥ എന്താവുമെന്നതിനെ സംബന്ധിച്ച് റഷ്യക്ക് നല്ല പ്രയാസമുണ്ട്. അവർക്ക് താല്പര്യമുള്ളൊരു ഭരണകൂടം അല്ല സിറിയയിൽ ഇരിക്കുന്നതെങ്കിൽ ഇവരുടെ ഈ മിലിറ്ററി ബേസുകളോ പോർട്ടുകളോ അവർക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. മാത്രമല്ല, ഈ റഷ്യയെ സംബന്ധിച്ച് മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് ഈ ബൾഗേറിയയ്ക്കും ടർക്കിക്കും ഇടയിൽ ഒരു കുഞ്ഞു കടലുണ്ട്. ബൾഗേറിയ ടർക്കിയുടെ ഇടയിൽ ഒരു കുഞ്ഞു കടൽ, അതിൻ്റെ പേര് മർമാറ എന്നാണ്. അപ്പം ഈ മെഡിറ്ററേനിയൻ സീയിൽ നിന്ന് മർമാറയിലേക്ക് കടക്കാൻ ഒരു കനാൽ പോലത്തെ ഒരു 100 കിലോമീറ്റർ വീതിയുള്ള ഒരു കുഞ്ഞു കടലുണ്ട്. ആ കടലിൽ കൂടെ ഈ മർമാറ സീയിലേക്ക് കിടക്കാം. മർമാറ സീ കടന്നു കഴിഞ്ഞാൽ വീണ്ടും ഇതുപോലെ തന്നെ ഒരു എക്സിറ്റിലൂടെ ബ്ലാക്ക് സീയിലേക്ക് കിടക്കാം. ബ്ലാക്ക് സീയിൽ എത്തിക്കഴിഞ്ഞാൽ റഷ്യയിലേക്ക് എത്തി. അപ്പോൾ ഈ പോർട്ട്, ഈ താർത്തൂസ് എന്ന് പറയുന്ന പോർട്ട് റഷ്യയെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഭയങ്കര യൂസ്ഫുള്ളാണ്. അപ്പോൾ അതിൻ്റെ റഷ്യൻ താല്പര്യങ്ങൾക്ക് അങ്ങേയറ്റം എഗനസ്റ്റാണ് അവിടെ റഷ്യക്കെതിരായിട്ടുള്ളൊരു ഭരണകൂടം വരുന്നത്. അതുകൊണ്ടാണ് റഷ്യ കിടന്ന് കരയുന്നത്. ഇത് ഇസ്രായേലിൻ്റെയും US-ൻ്റെയും പണിയാണ്. അപ്പം USSRൻ്റെ താല്പര്യങ്ങൾക്കെതിരെ വെസ്റ്റേൺ ഫോഴ്സുകൾ ചെയ്തു എന്നാണ് റഷ്യ ധരിച്ചിരിക്കുന്നത്. പക്ഷേ കോമൺ സെൻസുള്ള ആർക്കും അറിയാം, US-ഓ ഇസ്രായേലോ ഈ ഒരു ഭരണകൂടത്തെ ഒരു തരത്തിലും വിശ്വസിക്കുകയില്ല. കാരണം US ഞാൻ പറഞ്ഞ ജുലാനി US-ൻ്റെ ഹിറ്റ് ലിസ്റ്റിലുള്ള ആളാണ്. അയാളുടെ തലയ്ക്ക് അവരിട്ടിരിക്കുന്ന വില $10 മില്യൺ അയാളുടെ തലയ്ക്കിട്ടിരിക്കുന്ന വില. അപ്പോൾ അങ്ങനെ അമേരിക്ക തലയ്ക്ക് വിലയിട്ട് വെച്ച ആളാണ് ഈ റിബലിയൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ നിശ്ചയമായിട്ടും ഇത് വെസ്റ്റേൺ ഫോഴ്സുകളുടെ താല്പര്യമല്ല. കാരണം വെസ്റ്റേൺ ഫോഴ്സുകളെ സംബന്ധിച്ച് അസാദും അവരുടെ താല്പര്യമല്ല, ഇയാളുടെ താല്പര്യമല്ല. അവർ വളരെ സംശയത്തോടെ ഇത് വീക്ഷിക്കുന്നത്. എന്നാൽ റഷ്യയെ സംബന്ധിച്ച് ഇത് വലിയൊരു അടിയായിപ്പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഈ ജുലാനി എത്രയും വേഗം വെസ്റ്റേൺ ഫോഴ്സുകളുമായിട്ട് ലിങ്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. കാരണം റഷ്യ ഇയാളെ എങ്ങനെയും ഡിസ്പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നതായി അറിയാം. അവിടെ പോയിട്ട് സീറ്റിലങ്ങ് ഇരിക്കാനൊന്നും പറ്റത്തില്ല. കാരണം റഷ്യ അവിടെ ഉണ്ട്, അസാദ് ഇപ്പോൾ അവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ അയാൾ റഷ്യയിലുണ്ടാവും. അയാൾ അവിടെ ഇരുന്നുകൊണ്ട് ഇയാളിപ്പോൾ ഈ ജുലാനിയുടെ ഗവൺമെൻറ്റിനെ പൊളിക്കാനായിട്ട് ശ്രമിക്കുന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും എത്രയും വേഗം ഇസ്രായേലുമായിട്ടും മിഡിൽ ഈസ്റ്റ്, സൗദി അറേബ്യ വഴി ഇവർക്ക് ലിങ്ക് കിട്ടും. കാരണം സൗദി അറേബ്യ സുന്നികളുടെ രാജ്യമാണ്. അപ്പോൾ സൗദി അറേബ്യയായിട്ട് ഇയാളെ സൗദിക്കാരനാണ് തന്നെ, സൗദി പൗരനാണ്. അപ്പം ഇയാൾക്ക് സൗദി അറേബ്യ വഴി ഒരു ലിങ്ക് ഉണ്ടാക്കി US-ലേക്കും ഇസ്രായേലിലേക്കും ഒരു ലിങ്ക് അയാൾക്ക് സൃഷ്ടിക്കാൻ കഴിയുകയാണെങ്കിൽ അയാൾക്ക് സേഫായിട്ട് അവിടെ നിന്ന് ഭരിക്കാം. പിന്നെ അയാൾക്ക് റഷ്യയെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇറാനെ പഠിക്കേണ്ട ആവശ്യമില്ല. നേരെ മറിച്ച് വെസ്റ്റേൺ ഫോഴ്സുകളെ സംബന്ധിച്ച് ഇത് ഒരു സെൻട്രൽ കൺട്രിയാണ് സിറിയ എന്ന് പറയുന്നത്. ഈ സിറിയ എല്ലാ ഭീകരപ്രവർത്തനങ്ങളുടെയും സെൻറ്ററായിരുന്നു അത്. അങ്ങനെ ഒരു സാധനം പോയി കിട്ടിയാൽ വളരെ സമാധാനമായിട്ട് അവർക്ക് ജീവിക്കാം. അപ്പം ഇതെങ്ങനെയാണ് എന്നുള്ളത് കാത്തിരുന്ന് കാണുകയെന്ന് നിർത്തിയിട്ട് എന്തായാലും ശരി, സിറിയയിൽ വലിയൊരു ചേഞ്ച് വന്നു. പവർ ഇക്വേഷൻസ് വലിയ ചേഞ്ച് വന്നു. റഷ്യയെ സംബന്ധിച്ച് അത് വലിയ വീക്ക്നെസ്സാണ്. ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ പല്ലുകൾ പൂർണ്ണമായും കൊഴിഞ്ഞു പോയതുപോലത്തെ അവസ്ഥയാണ് ഇറാനെ സംബന്ധിച്ചുള്ളത്. ഇത് വെസ്റ്റേൺ ഫോഴ്സുകളെയും ഇസ്രായേലിനെ സംബന്ധിച്ചൊരു സദ്വാർത്തയാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കാരണം ഈ പവർ അവിടെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജുലാനിക്ക് US-ൻ്റെയും ഇസ്രായേലിൻ്റെയും സഹായം കൂടാതെ പറ്റുകയേയില്ല. അയാൾ സുന്നി ആയതുകൊണ്ട്, സൗദി അറേബ്യ ഇപ്പം അമേരിക്കൻ പക്ഷത്ത് ഓപ്പണായിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ടും അയാൾക്ക് സൗദി അറേബ്യ വഴി ഈ ലിങ്കുകൾ ഓപ്പറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. തൽക്കാലം നിർത്തുന്നു. നന്ദി.